നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെരുശലേം നാശം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിൽ ഉള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്തിൽ ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് 2 ചോദ്യമാണ് ചോദിച്ചത്. അതായത്, അതെപ്പോൾ സംഭവിക്കും? പിന്നെ നിന്റെ വരവിന്റെയും ലോകാവസാനത്തിന്റെയും അടയാളം എന്താണ്? അതെപ്പോൾ സംഭവിക്കും എന്നത് യെരുശലേം ദേവാലയത്തിന്റെ നാശത്തിന്റെ കാര്യമാണ്. ശിഷ്യന്മാർ യേശുവിനെ ദേവാലയം എത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ യേശു പറഞ്ഞത്, കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇതിടിഞ്ഞു പോകുന്ന കാലമുണ്ടാകും എന്നാണ്. അപ്പോഴാണ് അവർ ചോദിച്ചത്, അതെപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിന് ലോകാവസാനത്തിലും അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ യേശുക്രിസ്തു ആദ്യം ഇതുവരെ പറഞ്ഞതൊക്കെ തന്റെ വീണ്ടും വരവിന്റെ അടയാളങ്ങളാണ്. എന്നാൽ ഈ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയത്തിന്റെ നാശം സംഭവിക്കുന്ന കാര്യമാണ്. അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിന് പലതവണ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെബൂഖദ്നേസർ വന്ന് BC 600 കാലഘട്ടത്തിൽ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ വന്ന് യെരുശലേം ദേവാലയം നശിപ്പിച്ചതാണ്. പിന്നീട് അത് സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ബാബേലിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വന്നാണ് കോരേശ് രാജാവിന്റെ സഹായത്താൽ ഒത്താശയാൽ അത് പണിയുവാൻ ഇടയായിത്തീർന്നത്. ആ ദേവാലയമാണ് പിന്നീട് തകർക്കപ്പെട്ടതും ഹെരോദ രാജാവ് ഇസ്രായേലിനത് പുതുക്കി പണിതു കൊടുത്തു. യേശു വന്നതും ഉപദേശിച്ചതുമൊക്കെ ഹെരോദാവ് പുതുക്കി പണിതു കൊടുത്ത ആ ദേവാലയത്തിലായിരുന്നു. ആ ദേവാലയം വീണ്ടും പൊളിയാനിടയായിത്തീരും എന്ന് ആണ് യേശു പറഞ്ഞത്. അത് സംഭവിച്ചത് AD 70-ലാണ്. റോമ ചക്രവർത്തിയുടെ സേനാനായകനായ ടൈറ്റസ് വരികയും അദ്ദേഹം യെരുശലേം ദേവാലയം കല്ലിന്റെ മേൽ കല്ല് ശേഷിപ്പിക്കാതെ തകർക്കുകയും ചെയ്തത്. 15-ാം വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അതായത്, യെരുശലേം എന്നുള്ളത് മഹാരാജാവിന്റെ നഗരമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദേവാലയമുള്ള പട്ടണമാണ്. അതുകൊണ്ട് തന്നെ യെരുശലേമിനെ തന്നെ വിശുദ്ധ സ്ഥലം എന്ന് പറയാം. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്നാണ്. അപ്പൊ എന്തായാലും യെരുശലേം പട്ടണത്തിൽ വന്ന് യെരുശലേം പട്ടണം വളയുക മാത്രമല്ല, യെരുശലേം ദേവാലയത്തെ ലക്ഷ്യം വെച്ച് അവർ അടുത്ത് അതിന് തീയിടുകയും അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീർന്നു. നാം വായിക്കുന്നത്, അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യെരുശലേം ദേവാലയം യഹൂദിയ സംസ്ഥാനത്താണല്ലോ. അതുകൊണ്ട് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അന്ന് യഹൂദന്മാര് ഓടിയത് പെട്ര എന്ന മലയിലേക്കാണ്. വീട്ടുമേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുക്കാൻ മടങ്ങിപ്പോകരുത്. അപ്പോ ആളുകൾ, പട്ടാളക്കാർ നിങ്ങളെ കാണാൻ ഇടയാകരുത്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒളിച്ചിരിക്കുക എന്നാണ്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. കാരണം
ഗർഭിണികൾക്ക് ഓടാൻ നിവൃത്തിയില്ലല്ലോ. ഓല കുടിപ്പിക്കുന്നവർ കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് ഓടുക ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ ആകാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ശീതകാലത്ത് പുതപ്പൊക്കെ പുതച്ചുകൊണ്ട് ഓടുക ബുദ്ധിമുട്ടാണ്. അതുപോലെ ശബത്തിൽ യേശുവിൻ ദേവാലയത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അന്നും അവർക്ക് ആ പട്ടണത്തിന് വെളിയിലേക്ക് ഓടാനായിട്ട് ബുദ്ധിമുട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുവിൻ ദേവാലയത്തിന് നാശം എപ്പോൾ സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചതിൻ്റെ ഉത്തരം ആണ് യേശു പറയുന്നത്. അത് AD 70 സംഭവിച്ചു. കാരണം യേശുവിനെ കുരിശിക്കുന്ന അല്ലെ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് യഹൂദന്മാര് ആക്രോശിച്ചത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നാണ്. അവരുടെയും അവരുടെ മക്കളുടെയും കാലത്ത് അത് ആ രക്തം അവരോട് ചോദിച്ചു. അന്ന് മരം കിട്ടാതെ ആകുവോളം യഹൂദന്മാരെ റോമാക്കാര് കുരിശിച്ചു. ഗർഭിണികളെ പിളർന്നു, കുഞ്ഞുങ്ങളെ കൊന്നു, ഒരുപാട് ആളുകളെ അടിമകളാക്കി കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. അവരുടെ പ്രശംസാ വിഷയമായ യെരുശലേം ദേവാലയം തകർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. യെരുശലേം അല്ലെങ്കിൽ യഹൂദിയ കൊള്ളയടിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സാകാതെ അവർ യെരുശലേം ദേവാലയത്തിലെ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ, അതിൽ നിന്ന് സ്വത്തുകാരാകാൻ ശ്രമിച്ചു. ദൈവം അവരുടെ ദേവാലയം തകർത്ത് അവരെ ന്യായം വിധിക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്ന ഈ അന്ത്യകാലത്തും നോഹയുടെ കാലത്തെ പോലെ ആളുകൾക്ക് ധനം സമ്പാദിക്കണം, ധനികരാകണം, അതിനുവേണ്ടി ഏത് അന്യായവും ചെയ്യാൻ അവർക്ക് മടിയില്ല. ആത്മീയ ഗോളത്തിലും അവർ വന്നിട്ട് ക്രിസ്തുവിനെ വിറ്റ്, ദൈവത്തെ വിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് നാം വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ന്യായവിധി ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.